നമുക്കിന്ന് കേരള സ്റ്റൈൽ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ? ഞാനിന്ന് ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. പക്ഷെ സംഗതി സൂപ്പർ ടേസ്റ്റിയാണ്. ഇതിനായി ഞാനിവിടെ 350 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലവറും കൂടെ ഒരു നുള്ളു ഉപ്പും ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലൊരു തിക്ക് ബാറ്റർ തയ്യാറാക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായി ബാറ്ററിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 8 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലും ചൂട് ക്രമീകരിച്ച് നമുക്ക് ചിക്കൻ പീസസ് മറിച്ചും തിരിച്ചുമിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം വറുത്ത് മാറ്റി അതൊന്ന് തണുത്തതിന് ശേഷം വീണ്ടും എണ്ണ നന്നായി ചൂടാക്കിയിട്ട് വീണ്ടും ഈ ചിക്കൻ പീസസ് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഒരു 2-3 മിനിറ്റ് മാക്സിമം. ഇനി ഒരു ചെറിയ ബൗളിൽ ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കി എടുക്കാം നമുക്ക്. കൊറിയക്കാർക്ക് അവരുടേതായ റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ട്. അതിനു പകരം നമ്മളിവിടെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പേസ്റ്റ് ആക്കി എടുക്കുന്നത്. പേസ്റ്റ് രൂപത്തിലാക്കിയ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ തേൻ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആയാലും മതി. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ മസ്റ്റർഡ് സോസ്, റെഡ് ചില്ലി സോസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ചൂടായ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ഗാർലിക് ചേർത്ത് അത് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം നന്നായി വഴറ്റി മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സോസ് ചിക്കൻ പീസസിന്റെ എല്ലാ ഭാഗത്തും നന്നായി കോട്ട് ചെയ്യത്തക്ക വിധം മിക്സ് ചെയ്ത് കൊടുക്കാം. ദാ ഇത്രേ ഉള്ളൂ, നമ്മുടെ കേരള സ്റ്റൈൽ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്ന അല്പം മധുരവും പുളിയൊക്കെ ചേർന്ന നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒത്തിരി ഇഷ്ടാവും. ഇനി ഒരല്പം വൈറ്റ് സീസയും സീഡ്സ് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ കഴിക്കാൻ റെഡിയായി. അപ്പോൾ എങ്ങനെ, ട്രൈ ചെയ്ത് നോക്കുമല്ലേ?